ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, കുട്ടികളോട് എപ്പോഴും നമ്മൾ നമ്മുടെ ബാറ്റിൽസ് ചൂസ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ റിയലൈസ് ചെയ്യേണ്ട ഒരു ഫാക്റ്റാണ്, ഈ പേരൻസ് എന്ന് പറഞ്ഞാൽ 2 പേരുണ്ട്. ഇതിൽ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപഴകുന്ന രീതികൾ, ഓരോ ഇൻസ്റ്റൻസസ്, ഇതെല്ലാം നമ്മൾ നമ്മുടെ കുട്ടികളിലേക്ക് പാസ് ഓൺ ചെയ്യുക. അപ്പം നമ്മൾ കുട്ടികളോട് മാത്രമല്ല, നമ്മൾ ഹസ്ബൻഡ് വൈഫ്സ് തമ്മിലും കഴിയുന്നത്ര ബാറ്റിൽ ചൂസ് ചെയ്യണം. ആവശ്യമില്ലാതെ എല്ലാത്തിനും നാഗ് ചെയ്യുക അല്ലെങ്കിൽ എല്ലാത്തിനും അടികൂടേണ്ട ഒരു ആവശ്യമില്ല. ചില സമയത്ത് 2 പേരും ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മുടെ പകുതി പോയിന്റ്സ് ബേസ്ലെസ് ആയിരിക്കും. ലോട്ട് ടൈംസ് രാവിലെ മുതൽ നമ്മുടെ അടികൾ നടക്കുന്നതിന് ഒരു സാധനം എടുത്ത് ആ സ്ഥലത്ത് തന്നെ വെക്കൂല. എൻ്റെ ഹസ്ബൻഡിനായിട്ട് ഒരു കബേർഡ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, പുള്ളിയുടെ സ്പെഷ്യൽ ടീസിൻ്റെയും എല്ലാം ഉള്ളൊരു കോർണർ. ഇവിടെ നിന്ന് എടുക്കുന്ന ബോട്ടിൽസ് എല്ലാം തിരിച്ചു വെക്കാതെ എല്ലാം അവിടെ നിരന്ന് ഇങ്ങനെ ഷെൽഫിൽ കിടക്കും. ഇത് ഡെയിലി നമ്മളെടുത്ത് കൊണ്ടു നടക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ ചൂസ് ചെയ്ത ബാറ്റിൽ എന്ന് പറയുമ്പോൾ ഇതൊന്ന് എടുത്ത് വെച്ചൂടെ എന്ന് ചൂടായി പറയാൻ എനിക്ക് എളുപ്പമാണ്, പക്ഷെ അത് അവിടെ ഒരു അടിയായി മാറും. അതിന് പകരം ഇതൊന്നും എനിക്ക് തിരിച്ചെടുത്ത് വെക്കാൻ ഫ്യൂ സെക്കൻഡ്സേ വേണം. ബ്യൂട്ടിഫുള്ളി അവിടെ ഒരു ആർഗ്യുമെന്റ് അവോയ്ഡ് ആവുമല്ലോ. ആർഗ്യൂ ചെയ്യേണ്ടടുത്ത് ചെയ്യാം, വാലിഡ് ആയ പോയിന്റ്സ്. ബേസ്ലെസ് ആയിട്ട് വെറുതെ അടി കൂടിക്കൊണ്ടിരുന്ന അവരുടെ മൂഡും നമ്മുടെ മൂഡും നശിപ്പിച്ച് ഇതെല്ലാം കൂടെ നമ്മുടെ പാവം കുട്ടികളും എഫക്ട് ചെയ്ത് അതിൻ്റെ ഒരു ആവശ്യമില്ലല്ലോ. ഇത് ഞാൻ ഭാര്യമാരോട് മാത്രമല്ല പറയുന്നത്, ഞാൻ ഭർത്താക്കന്മാരോട് ഞാൻ ഹസ്ബൻഡ്സ് ഓൾസോ ട്രൈ ആൻഡ് ഡു ദി സെയിം തിങ്. കുറേ കാര്യങ്ങൾ അവർക്ക് ഇഷ്ടമില്ലാത്തത് ഒരു ഭാര്യ ചെയ്യുമ്പോഴായിരിക്കാം അവരടി കൂടുന്നത്. പക്ഷെ ആ ഭാര്യയ്ക്ക് അത് ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഭാര്യയുടെ ഒരു ഹാബിറ്റ് ആയിരിക്കാം അത് ഇഗ്നോർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണെങ്കിൽ അതങ്ങ് കണ്ണടച്ച് വിട്ടാൽ പോരെ. അപ്പം ഈ പാർട്ട്നേഴ്സ് 2 പേരും ബ്യൂട്ടിഫുൾ ആയിട്ട് അവരുടെ റിലേഷൻ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഇത് നാച്ചുറലി ബ്യൂട്ടിഫുള്ളായി നമ്മൾ നമ്മുടെ കുട്ടിക്ക് കൊടുക്കുകയാണ്. അവരുടെ ഫ്യൂച്ചർ ഐഡിയ ഓഫ് എ പെർഫെക്റ്റ് റിലേഷൻഷിപ്പ് അവിടെ നമ്മൾ സെറ്റ് ചെയ്യണം. ഓൾസോ അവരുടെ മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ആൾക്കാരായിട്ട് അവരുടെ ബിഹേവിയർ, അവരുടെ ക്യാരക്ടർ എല്ലാം നമ്മൾ മോൾഡ് ചെയ്യാണ്, അവർ പോലും അറിയാതെ നാച്ചുറലി.